പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. മനുഷ്യജീവിതത്തിൽ അടിക്കടി പ്രതിസന്ധികളെ നേരിടുന്ന അനേകം ആളുകളുണ്ട്. ഒരു വലിയ സങ്കടം തീരുന്നതിന് മുമ്പ് അടുത്ത വേദന ആരംഭിക്കുകയായി. ആ വേദന ഒടുങ്ങുന്നതിന് മുമ്പ് അടുത്ത ദുരിതം ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആ ദുരിതം ശമിക്കുന്നതിന് മുമ്പ് മറ്റൊരു ദുരന്തം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ തകർക്കപ്പെട്ട എത്രയോ ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒരിക്കൽ ഭക്തനായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട പ്രതിസന്ധികളെ ഓർത്ത് പൊട്ടിക്കരഞ്ഞു. അവൻ ദേവാലയങ്ങളിൽ ചെന്ന് ദൈവത്തോട് കരഞ്ഞു ചോദിച്ചു, എന്തിനാണ് ഇത്രമാത്രം ഭക്തനായ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധികൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കടന്നു വരുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന യാതനകളൊന്നും ദൈവമേ അങ്ങ് മനസ്സിലാക്കുന്നില്ലേ? കണ്ണീരുണങ്ങാത്ത കവിൾത്തടങ്ങൾ, ഇനിയും തെളിയാത്ത ഹൃദയം, കലങ്ങിപ്പോയ കണ്ണുകൾ, അസ്വസ്ഥമാക്കുന്ന മനസ്സ്, അങ്ങനെ ജീവിതം കാർമേഘാവൃതമായി നിരാശയിലൂടെ കടന്നു പോകുന്നു. ഒരു പ്രതീക്ഷയുടെ നുറുങ്ങുവെട്ടം പോലും ഇനി ജീവിതത്തിലില്ല എന്ന് തിരിച്ചറിയുന്നു. ദൈവം, എന്തിന് ഞാൻ ഈ ഭൂമിയിൽ നിലനിൽക്കണം? എന്തിനാണ് ഇത്രമാത്രം പ്രതിസന്ധികളിലൂടെ എന്നെ കടത്തിവിടുന്നത്? ഈ പ്രയാസങ്ങളുടെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ വെന്ത് ഉണങ്ങി ശുഷ്കിച്ചു പോവുകയാണ്. അങ്ങനെ പലവട്ടം അവൻ ദൈവത്തോട് പരാതി പറയാൻ തുടങ്ങി. തൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം കിട്ടിയേ തീരൂ എന്ന് തീരുമാനമെടുത്ത് അവൻ ഭക്ഷണവും പാനീയങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിരുന്ന് ചോദിച്ചുകൊണ്ടിരുന്നു, എന്തിനാണ് ഈ പ്രതിസന്ധി? എന്തിനാണ് എന്നെ ഇങ്ങനെ ഈ തീപ്പാളങ്ങളിലൂടെ കടത്തിവിടുന്നത്? എൻ്റെ വേദനകൾക്ക് എന്നാണ് ഒരു ശമനം ഉണ്ടാവുക? എന്താ നീ എന്നെ ഒന്ന് ദർശിക്കാത്തത്? എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു വാക്കുപോലും പറയാത്തത് എന്താണ്? അവൻ അങ്ങനെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നിമിഷം അവൻ മയങ്ങിപ്പോയി. ആ മയക്കത്തിന്റെ മധ്യേ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, മകനെ, നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ധാരാളമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ അറിയാതെ ഒരു പ്രതിസന്ധിയും നിന്റെ ജീവിതത്തിലേക്ക് ഇതുവരെയും കടന്നു വന്നിട്ടില്ല. ഞാൻ അറിയാതെ ഒരിക്കൽ പോലും നിന്റെ കവിൾത്തടങ്ങ് നനഞ്ഞിട്ടില്ല. ഞാൻ കാണാതെ ഒരിക്കൽ പോലും നിന്റെ ജീവിതത്തിൽ ഒരു ദുരിതവും സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്തിനാണ് നിന്റെ ജീവിതത്തിൽ ഇത്രയേറെ ശോധനകൾ? എന്തിനാണ് നിന്നെ ഇത്രമാത്രം കഷ്ടപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, നിന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഇപ്പോൾ നിന്റെ കൂടെയുണ്ടോ എന്ന് ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. കൂടെ നടന്നവരൊക്കെ ഇപ്പോഴും നിന്റെ കൂടെയുണ്ടോ എന്ന് നിന്നെ ഒന്ന് മനസ്സിലാക്കി തരാനാണ് ഇത്രമാത്രം പ്രതിസന്ധികളിലൂടെ നിന്നെ ഞാൻ കടത്തിവിട്ടത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ എത്രയെത്രയോ കഥാപാത്രങ്ങളാണ് ഇങ്ങനെ ജീവിതത്തിൽ ദുരിതങ്ങളും ദുരന്തങ്ങളുമായി കടന്നുപോയത്. എത്രയോ പേരുടെ ജീവിതങ്ങളെയാണ് ദൈവം ഒന്ന് പരീക്ഷിച്ചത്. എത്രയോ പേരാണ് ശോധനയുടെ തീപ്പന്തങ്ങളുമായി കടന്നുപോയത്. എന്നാൽ അവരെ സ്ഫടികപാത്രം പോലെ തിളങ്ങുന്ന വ്യക്തിത്വങ്ങളായി രൂപാന്തരപ്പെടുത്തുന്ന ദൈവം. യോബ് എത്രമാത്രം കഷ്ടങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ദാനിയേൽ എത്രയോ വേദനകളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്.
ദാവീദ് എത്രയോ സങ്കടങ്ങളിലൂടെ കടന്നുപോയവനാണ്. അങ്ങനെ എത്രയോ വേദപുസ്തക കഥാപാത്രങ്ങൾ. എന്നാൽ അവരോടുകൂടെ ദൈവമുണ്ടെന്ന് അവരെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ ഇടവന്നു എന്നാണ് നാം മനസ്സിലാക്കുക. കർമ്മേൽ മലമേൽ ദൈവത്തിൻ്റെ പുരുഷനായ ഏലിയാവ് ഒറ്റയ്ക്ക് നിന്ന് ബാലിൻ്റെ പ്രവാചകന്മാരോട് പോരാടുകയാണ്. ദൈവസന്നിധിയിൽ ഒറ്റപ്പെട്ടു പോയവൻ, ഏകാഗിയായി പോയവൻ. പക്ഷേ ബാലിൻ്റെ പ്രവാചകന്മാർക്ക് ഏലിയാവിൻ്റെ ശക്തി സ്രോതസ് എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കർമ്മേൽ മലമേൽ ആ സന്ദർഭം അനിവാര്യമായി വന്നു. ഒറ്റയ്ക്ക് നിന്ന് പോരാടിയവനോടുകൂടെ സ്വർഗമുണ്ടായിരുന്നു. അവനെ ശക്തിപ്പെടുത്തി, ബലപ്പെടുത്തി, പ്രാപ്തി കൊടുത്ത്, അഗ്നി ഇറക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ഏലിയാവിൻ്റെ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്ത സ്വർഗം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് വേദനകൾ, ഒത്തിരി അസ്വസ്ഥതകളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഈ വാക്കുകൾ കേൾക്കുമ്പോഴും നമ്മൾ എന്തൊക്കെയോ ദുരന്തങ്ങളുടെ മധ്യയാണ്. രോഗങ്ങൾ, കടബാധ്യതകൾ, അസ്വസ്ഥതകൾ എല്ലാം നമ്മെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. എങ്കിൽ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് നിന്നെ വെളിപ്പെടുത്തി തരാനാണ് നിന്റെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികളൊക്കെ. ഇത് കേവലം നൈമിഷികമായ പ്രതിസന്ധികളാണ്. എന്നേക്കുമായി നിന്നെ കൈവിടുന്നൊരു ദൈവമല്ല. നിന്റെ ദുഃഖങ്ങൾ സാരമില്ല, നിന്റെ കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ്റെ കനമോർക്കുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള ഈ കഷ്ടങ്ങൾ നിനക്ക് സാരമില്ല. നിന്റെ കൂടെ നടന്നവർ ഇപ്പോൾ നിന്റെ കൂടെയുണ്ടോ എന്നറിയാൻ നീയും ദൈവവും ആഗ്രഹിക്കുന്നു. നിന്റെ കൂടെ നടന്നവർ ഇപ്പോൾ നിന്റെ കൂടെ ഇല്ലെങ്കിൽ നിന്നെ ഒരിക്കലും വിട്ടുമാറാത്ത ദൈവം ഇപ്പോഴും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉറപ്പ് നൽകുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും ശുഭാപ്തി വിശ്വാസവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനാമൃതതാമൃതരാംഗ്രിയുഗാത്മവിലാസ महितामलतारग वचनामृततामृतराङ्घ्रियुगात्मविलास